പൂർണ്ണത്രയീശൻ കൃഷ്ണനാണ്. ഞാൻ ഈ രാമായണ പ്രഭാഷണ പരമ്പരയിൽ ലക്ഷ്മണൻ്റെ രാമായണം എന്നുള്ള വിഷയം സംസാരിക്കാം എന്നാണ് ബിജുവിനോടും പ്രകാശ് അയ്യരോടും ശിവശങ്കരനോടൊക്കെ പറഞ്ഞത്. അപ്പോൾ ഒരു സംശയമുണ്ട്, എന്താണ് ലക്ഷ്മണനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇപ്പം രാമൻ, സീത അല്ലെങ്കിൽ രാവണൻ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാം. കാര്യം വളരെ ലളിതമാണ്. രാമായണ കഥ കേൾക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എന്നെ ആകർഷിക്കുന്ന കഥാപാത്രമാണ് ലക്ഷ്മണൻ. എന്താ വെച്ചാൽ ഭോഗങ്ങൾ അല്ല, ത്യാഗങ്ങളാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നത് ലക്ഷ്മണനാണ്. പിന്നെ ഞാൻ ഒരു അനുജനാണ്, എൻ്റെ ജ്യേഷ്ഠൻ സലാം നടുക്കണ്ടി എന്ന് ഒരു ഇക്കാക്ക എനിക്കുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കാം. പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ, പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം എന്ന് പറയുന്ന പാട്ട് പറയുന്നുണ്ട്. ഊണുറക്ക് ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ നല്ലു എന്ന്. അപ്പോൾ ലക്ഷ്മണൻ്റെ രാമായണം എന്നൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ വ്യക്തിപരവും തീർത്തും വൈകാരികവുമായ കാര്യം ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിമർശകൻ കുട്ടിക്കൃഷ്ണമാരാർ രാമായണത്തെപ്പറ്റി നടത്തിയ ഒരു ഗംഭീര നിരീക്ഷണമുണ്ട്. അതെന്താന്ന് വിചാരിച്ചാലേ, 4 കൂട്ട് സഹോദരന്മാരുടെ കഥയാണ് രാമായണം. മാരാർ പറയുന്നത് രാമനും ലക്ഷ്മണനും എന്ന് മനുഷ്യ സഹോദരന്മാർ, രാവണനും വിഭീഷണനും എന്ന് രാക്ഷസ സഹോദരന്മാർ, സമ്പാദിയും ജഡായുവും എന്ന് പക്ഷി സഹോദരന്മാർ, ബാലിയും സുഗ്രീവനും എന്ന് വാനര സഹോദരന്മാർ. അങ്ങനെ 4 കൂട്ട് സഹോദരന്മാരുടെ കഥയാണ് രാമായണം. ഇതിൽ ഏറ്റവും മേലെ നിൽക്കുന്നത് ആ പക്ഷി സഹോദരന്മാരാണ് എന്ന് മാരാർ പറയും. സമ്പാദി ജഡായുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെ കഷ്ടപ്പെട്ടു എന്ന് ഇപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്ന മിക്കവർക്കും ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ വളരെ നല്ലൊരു നിരീക്ഷണമാണത്. പക്ഷേ ഞാൻ ലക്ഷ്മണൻ എന്നുള്ള കഥാപാത്രത്തെ വളരെ രാമായണത്തിലെ പല കഥാപാത്രങ്ങളെയും അപേക്ഷിച്ച് വളരെ ശ്രദ്ധേയനായിട്ട് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാളുടെ സ്വഭാവം ആരിൽ നിന്നാണ് കിട്ടുക എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരിക്കൽ ലക്ഷ്മണൻ മറുപടി പറഞ്ഞതായിട്ട് വാൽമീകി രാമായണത്തിലുണ്ട്. പറഞ്ഞത് മാതാവിൽ നിന്നാണ് മനുഷ്യരുടെ സ്വഭാവം ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഭരതനെ കാണുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഭരതന് കൈകേയുടെ സ്വഭാവം അല്ല ഉണ്ടായത്, കൈകയിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള സ്വഭാവം. അപ്പോൾ ലക്ഷ്മണനെ പറ്റി ആദ്യ ഘട്ടത്തിൽ തന്നെ വാൽമീകി പറയുന്നുണ്ട്, ലക്ഷ്മണൻ ഭരതന്റെ ബഹിശ്വര പ്രാണനാണ്, പുറമേ നടക്കുന്ന പ്രാണൻ. പ്രാണൻ അകത്താണ്, ഇതങ്ങനെയല്ല, പുറമേ നടക്കുന്ന പ്രാണനാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാർ എന്നുള്ള അർത്ഥത്തിൽ പറയും. രാമനെ പിരിഞ്ഞിരിക്കുന്നേ ഇല്ല ലക്ഷ്മണൻ. ഒരു ഘട്ടത്തിൽ ലക്ഷ്മണൻ പറയുന്നുണ്ട്, രാമനോട് പറയുന്നുണ്ട്, അങ്ങേ കൂടാതെ എനിക്ക് സ്വർഗം പോലും വേണ്ട. ഇപ്പോൾ അത്ഭുതം തോന്നും. രാമൻ വനവാസത്തിന് പോകുമ്പോൾ 17 വയസ്സാണ് രാമനെന്ന് വാൽമീകി പറയുന്നുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് പട്ടാഭിഷേകം ഇല്ല എന്നും 14 കൊല്ലം വനവാസം അനുഷ്ഠിക്കണം എന്നും അങ്ങനെ അച്ഛൻ്റെ സത്യം പാലിക്കണം എന്നും വരുമ്പോൾ രാമൻ പോവാണ്. രാമൻ പോവാം, രാമൻ്റെ കൂടെ സീതയും പോവാം. കാരണം ധർമ്മപത്നിയുടെ ചുമതല അത്. ലക്ഷ്മൺ എന്തിനാ പോകണേന്ന്, ലക്ഷ്മൺ എന്തിനു പോകുന്നു? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്മണൻ എന്തിനു പോകുന്നു
എന്ന് ആദ്യം ആലോചിക്കേണ്ടതാരാ? അത് ലക്ഷ്മണന്റെ അമ്മയാണ്. അവരുടെ പേര് സുമിത്ര. വാൽമീകി രാമായണത്തിൽ 350 ഭാര്യമാരുണ്ട് ദശരഥന് എന്ന് പറയുന്നുണ്ട്. അതിൽ 3 പേരുടെ കാര്യം നമുക്ക് അറിയുള്ളൂ: കൗസല്യ, കൈകേയി, സുമിത്ര. ബാക്കി 347 ആള് അപ്രധാനമാണ്. അദ്ദേഹം രഘുകുലത്തിൽ പിറന്ന വളരെ പരാക്രമിയായ രാജാവാണ്, അയോധ്യാധിപതിയാണ്. അദ്ദേഹത്തിന് പത്നിമാർക്ക് എണ്ണൊന്നും വേണമെന്നില്ല. ഈ സുമിത്ര ആലോചിക്കേണ്ടതാണ്, പറയേണ്ടത് എന്താ? കൗസല്യ പറഞ്ഞു, മകനെ നീ പോകരുത്, പോകേണ്ട ഒരു കാര്യമില്ല, ഇതൊന്നും ശരിയല്ല, നീ ഇങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് പോകരുത്, അച്ഛൻ പറയുന്നത് കേൾക്കുന്ന നീ അമ്മ പറയുന്നത് കേൾക്കണ്ടേ എന്ന് ചോദിക്കണ്ട. അപ്പോ അവിടെ വലിയ ആലോചിക്കേണ്ട പ്രശ്നമുണ്ട്. രാമൻ വനവാസത്തിന് പോകുമ്പോൾ ലക്ഷ്മണൻ കൂടെ പോകുന്ന എന്തിനാണ്? അങ്ങനെ യാതൊരു സത്യവും പാലിക്കേണ്ടതായിട്ട് ദശരഥ മഹാരാജാവിനില്ല. കൈകേയി അത് ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് രാമന് പകരം ഭരതനെ രാജാവായിട്ട് വാഴിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ രാമൻ കാട്ടുപോണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആ കൂട്ടത്തിൽ സീത പോണെന്നോ അല്ലെങ്കിൽ ലക്ഷ്മണൻ പോണെന്നോ പറഞ്ഞിട്ടില്ല. അപ്പോ അമ്മയായ സുമിത്ര അവിടെയുണ്ട്. പിന്നെ ഈ സീതയുടെ അനിയത്തി ഊർമിളയെ കല്യാണം കഴിച്ച് അവള് കൊട്ടാരത്തിലുണ്ട്. അപ്പോ സുമിത്രയെയും ഊർമിളയൊക്കെ ഉപേക്ഷിച്ച് പോവാണ് ആര്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ രാമനോട് പറയട്ടെ, ഇതൊന്നും ശരിയല്ല, ഞാൻ ഈ രാജാവിനെ പിടിച്ചു കെട്ടിയിട്ട് വേണമെങ്കിൽ വധിച്ചിട്ട് അങ്ങയുടെ പട്ടാഭിഷേകം നടത്താം, അങ്ങനെ നിൽക്കൂ എന്ന് പറയുന്ന വലിയ പരാക്രമിയാണ് ലക്ഷ്മണൻ. രാമൻ പറഞ്ഞു, നീ ഇങ്ങനെ വികാരം കൊണ്ട് വർത്തമാനം പറയുന്നൊന്നും ശരിയല്ല ലക്ഷ്മണ എന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോകേണ്ട സമയത്ത് സുമിത്ര എന്തു പറയുന്നു എന്നാണ്. ലക്ഷ്മണന് ധാരാളമായിട്ട് വാൽമീകി മറ്റുള്ളവർ ഉപയോഗിക്കാറുള്ള ഒരു പേര് സുമിത്രാനന്ദവർദ്ധൻ എന്നാണ്. വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാത്, സുമിത്രാനന്ദവർദ്ധനൻ. എത്ര മക്കളെ പറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ആലോചിച്ച് നോക്കും. അമ്മയ്ക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്നു. സൗമിത്രി എന്ന് പറയും, അവരൊക്കെ വിളിക്കുമ്പോഴേക്ക് സൗമിത്രേ എന്ന് വിളിക്കും. അപ്പൊ അമ്മയോട് ചേർത്താണ് ലക്ഷ്മണനെ പറയാം. ആ അമ്മ എന്താ പറഞ്ഞതെന്നാ? അമ്മ പറഞ്ഞത് നീ പോകണ്ട എന്നല്ല. കാരണം അവന്റെ സുഖം, അവന്റെ സന്തോഷം, പിന്നെ അവന്റെ ജ്യേഷ്ഠഭക്തി, രാമഭക്തി എത്രയാണ് എന്ന് അമ്മയ്ക്കറിയാം. അപ്പൊ അവന്റെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം. അമ്മ പറഞ്ഞത്, രാമൻ നിനക്ക് അച്ഛനാണ്, ദശരഥനാണ്. സീത, ജാനകി നിനക്ക് അമ്മയാണ്, ഞാനാണ്. കാട്, അടവി നിനക്ക് അയോധ്യയാണ്. നീ യഥാസുഖം മകനെ പോയി വരിക. രാമം ദശരഥം വിദ്ധി, മാം വിദ്ധി ജനകാത്മജാം, അയോധ്യാം അടവിം വിദ്ധി, ഗച്ഛ താത യഥാസുഖം. ഒരുമാതിരി അമ്മമാരിങ്ങനെ പറയില്ല. നീ എങ്ങടാ പോണത്? ഈ ഊർമിളയെ പറ്റി നീ എന്താ വിചാരിക്കുന്നത്? എന്നെപ്പറ്റി എന്താ വിചാരിക്കുന്നത് എന്നൊന്നും അല്ല അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഗംഭീരമായ വാക്യം. രാമനെ ദശരഥൻ എന്നറിയുക, ജനകാത്മജയെ ഞാനെന്നറിയുക, അടവിയെ, കാടിനെ, അയോധ്യ എന്നറിയുക, സുഖമായി മകനെ പോയി വരുമെന്നാണ്. ഈ സ്വഭാവമാണ്, അമ്മയിൽ നിന്ന് കിട്ടിയ ഈ മഹിമയാണ് ആ കാവ്യത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ലക്ഷ്മണകുമാരൻ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള അനവധി മഹിമകളുടെ ഒരു ആകരമാണ്. അപ്പോ പൊതുവെ സംസാരം കുറഞ്ഞ ഒരാളാണ് ലക്ഷ്മണൻ. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഊണുറക്കുപേക്ഷിക്കാൻ. ഇപ്പോൾ കാട്ടിൽ ചെന്നപ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ സീതയും രാമനും ഉറങ്ങുമ്പോൾ ഗുഹൻ കാവൽ നിൽക്കാം എന്ന് പറഞ്ഞു. കാട്ടിലല്ലേ, വന്യമൃഗങ്ങളുണ്ടാവും, രാക്ഷസന്മാരുണ്ടാവും. അപ്പോ ഉറങ്ങാതിരിക്കുകയാണ് ഗുഹൻ, ആ കൂട്ടത്തിൽ ഉറങ്ങാതിരിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോ ലക്ഷ്മണന്റെ സ്വഭാവത്തിൻ്റെ ദാർഢ്യം, അതിൻ്റെ മഹിമ, അതിൻ്റെ പെരുമ
വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രംഗം, രാവണൻ രാക്ഷസ രാജാവ് മാരീചനെ ഉപയോഗിച്ച് ഇവരുടെ ആശ്രമത്തിൽ നിന്ന് രാമനെ അകറ്റാൻ വേണ്ടി പണിയെടുക്കുന്ന ഘട്ടത്തിലാണ്. സ്വർണമാനായിട്ട് മാരീചൻ വന്നു. സീതയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ അതിൻ്റെ പിന്നാലെ രാമന് പോകേണ്ടി വന്നു. അപ്പൊ അവർ തമ്മിലുള്ള യുദ്ധത്തിൽ രാമശബ്ദത്തിൽ മാരീചൻ നിലവിളിക്കുക. ആ നിലവിളി കേട്ടിട്ട് സീത നിർബന്ധിക്കുകയാണ് ലക്ഷ്മണനോട്, നീ ചെന്ന് നോക്ക്. അപ്പോഴൊക്കെ ലക്ഷ്മണൻ പറയുന്നുണ്ട്, സീതേ, കാവല് വേണ്ടത് രാമനല്ല, നിനക്കാണ്. ആ മാരീചൻ മായാവിയാണ്. അവന്റെ രൂപം, നേരത്തെ കണ്ട സ്വർണമാന്റെ രൂപം മായയാണ്. ഈ നിലവിളി വ്യാജമാണ്. അവനെ അമ്പേൽക്കുള്ളൂ, അവനെ മരിക്കുള്ളൂ, അല്ലാതെ രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ മാരീചന് സാധിക്കില്ല. അതൊന്നും സീത കേട്ടില്ല. സീത ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഭീകരമാണ് പറഞ്ഞത്. നീ എൻ്റെ ഉടല് മോഹിച്ചാണ് രാമന്റെ കാലശേഷം എന്നെ പ്രാപിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോ ആ നിലവിളി കേട്ടിടത്തേക്ക് പോവാത്തത് ഞാൻ വിചാരിക്കുന്നു. ഭരതന്റെ ചാരനായിട്ടാണോ നീ ഞങ്ങളുടെ പിന്നാലെ വന്നത് എന്നൊക്കെ സ്തബ്ധനായിപ്പോയി ലക്ഷ്മണൻ. ഏത് ലക്ഷ്മണനോട്? ഞാനത് ആവർത്തിക്കുകയാണ്. ആ കൊട്ടാരത്തിലെ സുഖഭോഗങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച്, പ്രിയപത്നി ഊർമിളയെ ഉപേക്ഷിച്ച്, പ്രിയമാതാവ് സുമിത്രയെ ഉപേക്ഷിച്ച്, അയോധ്യയിലെ ജനങ്ങളെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് കാട്ടിൽ ജ്യേഷ്ഠന്റെ പരിചരണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ ലക്ഷ്മണനോടാണ് സീത ഈ വാക്ക് പറഞ്ഞത്. ആ ഘട്ടത്തിൽ ലക്ഷ്മണൻ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ്. ആർക്കും കഠിനമായി ദേഷ്യം വരും, ആരും ക്ഷോഭിക്കും, ആരും കൃത്യമായിട്ട് തെറി പറയും. ഈ കുത്തുവാക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ലക്ഷ്മണൻ ചെയ്തത്, ഭയങ്കരമായി സങ്കടം വന്നിട്ട് ചെയ്തത് വാൽമീകി പറയുന്നുണ്ട്. ഈ വാക്കുകൾക്ക് മറുപടി പറയാൻ ഞാൻ ആളല്ല, ഭവതി എപ്പോഴും എനിക്ക് ഈശ്വരിയാണ് എന്ന് പറയും. വീണ്ടും ആ കുത്തുവാക്കുകൾ വന്നപ്പോൾ ആ സങ്കടം ലക്ഷ്മണൻ പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? എല്ലാ വനവാസികളും എൻ്റെ നേരെയുള്ള ഈ വാക്കുകൾക്ക് സാക്ഷികളായിരിക്കട്ടെ എന്നാണ്. അത് കഴിഞ്ഞു ലക്ഷ്മണൻ ആശ്രമത്തിൽ നിന്ന് രാമവിലാപം കേട്ട സ്ഥലത്തേക്ക് പോയി. അപ്പൊ അവിടെ പോകുമ്പോൾ ഒരു ലക്ഷ്മണരേഖ വരച്ചു എന്നൊരു കഥയുണ്ട്. അതായത് ഇവിടുന്ന് വിട്ട് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ ഒരു രേഖ വരച്ചു. അങ്ങനെ ഒരു സംഗതി വാൽമീകി രാമായണത്തിൽ ഇല്ല. ലക്ഷ്മൺ രേഖ എന്നുള്ളത് പുരുഷന്മാർ സ്ത്രീകൾക്ക് കൽപ്പിക്കുന്ന അതിരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വാക്കിന് വളരെ പ്രചാരമുണ്ട്. അതാരാണ് ഇത് ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാൽമീകി രാമായണത്തിൽ അങ്ങനെ ലക്ഷ്മണൻ ഒരു രേഖ വരച്ചായിട്ടില്ല. വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത അനവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രചരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, സേതുബന്ധനത്തിൻ്റെ ഘട്ടത്തിൽ ചിറകെട്ടുമ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊരു കഥയുണ്ട്. അവിടെ അണ്ണാറക്കണ്ണൻ്റെ പുറത്ത് തലോടി അതിൻ്റെ 3 വര ഇപ്പോഴും കാണാം എന്നൊരു കഥയുണ്ട്. അത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. ഇതുപോലെ ലങ്കയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ലക്ഷ്മണനെ ഉപദേശിക്കുമ്പോൾ അമ്മയും അമ്മനാടും സ്വർഗത്തിലും മീതെയാണ് എന്ന് രാമൻ പറയുന്ന അതിപ്രസിദ്ധമായൊരു പദ്യമുണ്ട്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവിഗരീയസി എന്ന് പറഞ്ഞിട്ട്. അത് വാൽമീകി രാമായണത്തിലുള്ളതല്ല. അങ്ങനെ വാൽമീകി രാമായണത്തിലില്ലാത്ത അനവധി കാര്യങ്ങൾ രാമായണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ അങ്ങനെ പോയി. ഈ വരയൊന്നും വരച്ചായിട്ട് വാൽമീകി പറയുന്നില്ല, പോയി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന മാതിരി രാക്ഷസ രാജാവ് വന്നു പുഷ്പക വിമാനം എന്ന് പേരായ പറക്കുന്ന തേരിൽ സീതയെ കാട്ടുകൊണ്ട് പോയി. അപ്പോ ഈ ഘട്ടത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നുണ്ട്, ഇങ്ങനെ സീതയ്ക്ക് ഇത്ര വലിയൊരു ദുഃഖം വന്നത്
ഇത്ര വലിയൊരു അപകടം വന്നത് എന്തുകൊണ്ടാണ്? സതീത്വ വിരുദ്ധമായ ഒരു വാക്ക് സീതയിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ഗുരുത്തക്കേടാണ് പറ്റിയത്. പിന്നെ അടുത്ത ഘട്ടം വരുമ്പോൾ നമുക്കത് വല്ലാതെ മനസ്സ് വിങ്ങുന്ന ഒരു ഘട്ടം വാൽമീകി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ രാവണൻ കട്ടുകൊണ്ട് പോകുമ്പോൾ അതിനെ തടയാൻ വരുന്നുണ്ട് ജടായു. ജടായുവിൽ പരാജയപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സീത തൻ്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചിട്ട് തൻ്റെ ചേലയുടെ ഒരു കഷ്ണം മുറിച്ച് അതിൽ പൊതിഞ്ഞെടുത്ത് താഴോട്ടിട്ടു. ഒന്നുമില്ല, ആരെങ്കിലും അന്വേഷിച്ച് വരാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നീട് കിഷ്കിന്ധയിലെ സുഗ്രീവന്റെ, വാനര രാജാവായ സുഗ്രീവന്റെയും അദ്ദേഹത്തിൻ്റെ വാനരപ്പടയുടെയും സഹായത്തോടു കൂടി രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ഈ ഘട്ടത്തിൽ ഏതോ ഒരു വാനരന് ഈ പൊതി കിട്ടി, ഈ ചേലയുടെ ഒരു കഷ്ടത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ. അപ്പൊ അവർക്ക് അറിയില്ലത് എന്താന്ന്, അവർ വാനരന്മാരാ. അതുകൊണ്ടൊന്ന് രാമന്റെ കൈ കൊടുത്തു. അപ്പൊ രാമൻ അത് നോക്കിയിട്ട് ലക്ഷ്മണനോട്, ലക്ഷ്മണ, എനിക്ക് കണ്ണുനീര് വന്ന് തടഞ്ഞിട്ട് ഇത് കാണാൻ പറ്റുന്നില്ല, ഇത് നോക്കൂ, ഇതെന്താണ്? നിന്റെ ചേട്ടത്തിയമ്മയുടെ ആഭരണങ്ങൾ വല്ലതും ആണോ? അപ്പോ ലക്ഷ്മണൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ തോൾവള ആരുടേതാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാതില ആരുടേതാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഈ പാദസരങ്ങൾ എനിക്കറിയാം, അത് ഞാൻ എന്നും വന്നിക്കുന്ന കാലുകളിലുള്ളതാണ്. ഞാൻ അത് ആവർത്തിക്കാം. ഈ തോൾവള ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാതിൽ ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പാദസരം ആരുടേതാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഈ പാദസരം എനിക്കറിയാം, അത് ഞാൻ എന്നും വന്നിക്കുന്ന കാലുകളിൽ ഉള്ളതാണ്. ആ പദ്യം വളരെ പ്രസിദ്ധമാണ്. നാഹം ജാനാമി കേയൂരേ, കേയൂർ എന്ന് പറഞ്ഞാൽ തോൾവള. നാഹം ജാനാമി കുണ്ടലേ, ഈ കുണ്ടലങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. നൂപരേ അഭിജാനാമി, ഈ നൂപുരങ്ങൾ, പാദസരങ്ങൾ ഞാൻ അറിയുന്നു. എങ്ങനെ? നിത്യം പാദാഭിവന്ദനാ, ഞാൻ എന്നും വന്നിക്കുന്ന കാലുകളിലുള്ളതാണ്. കണ്ടോ, അമ്മയുടെ സ്വഭാവമാണ് സാധാരണയിൽ മനുഷ്യനുണ്ടാവുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണമാണ്. രാമം ദശരഥം വിധി എന്ന് പറഞ്ഞ് ഏത് അമ്മ അവനെ കാട്ടിലയച്ചു, ആ അമ്മയുടെ യഥാർത്ഥ പുത്രനാണ് എന്ന് കാണിക്കുകയാണ് ഈ മറുപടി. കാരണം ആ കാലുകളുടെ മേലോട്ട് സീതയുടെ ശരീരം ലക്ഷ്മണൻ കണ്ടിട്ടില്ല എന്നർത്ഥം. ആ ലക്ഷ്മണനോടാണ് സീത എന്ത് പറഞ്ഞത്? നീ ഉടൽമോഹിയാണ്, നീ എൻ്റെ ശരീരം മോഹിച്ച് ഞങ്ങളുടെ പിന്നാലെ രാമന്റെ കാലശേഷം എന്നെ പ്രാപിക്കാൻ വിചാരിച്ച് വന്ന ആളാണ്, നാം മനസ്സിലായിക്കോളൂ. രാമന്റെ കാലശേഷം ഞാൻ ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കില്ല, ഞാൻ മരിച്ചു കളയും എന്ന് പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ അവര് അവിടെ പോയി. ലങ്കയിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ അത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു മായായുദ്ധത്തിൽ ലക്ഷ്മണൻ മരിച്ചായിട്ട് എല്ലാവർക്കും തോന്നി. അപ്പോ ലക്ഷ്മണൻ മരിച്ചുപോയി എന്ന ഘട്ടത്തിൽ രാമന്റെ വിലാപമുണ്ട്. രാമൻ എന്താ പറയുന്നത്? രാമൻ പറയുന്നത്, സീതയെ പോലുള്ള ഒരു നാരിയെ പത്നിയായിട്ട് വീണ്ടും കിട്ടി എന്ന് വരാം, ലക്ഷ്മണനെ പോലെ ഒരു അനുജനെ ഒരിക്കലും കിട്ടുകയില്ല. ലക്ഷ്മണനെ പോലെ ഒരു അനുജനെ ഒരിക്കലും കിട്ടുകയില്ല. അപ്പോ സ്വാമി വിവേകാനന്ദൻ രാമായണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വാക്യം പറഞ്ഞിരുന്നു, 1000 രാമന്മാരുണ്ടാവാം, ഒരു സീതയെ ഉണ്ടാവാൻ വയ്ക്കൂ. രാമന്റെ എത്രയോ മേലെയാണ് സീത എന്നാണ് സ്വാമി പറഞ്ഞത്. രാമൻ പറഞ്ഞത് സീതയുടെ എത്രയോ മേലെയാണ് ലക്ഷ്മണൻ. അപ്പോ അത് കഴിഞ്ഞ് അവര് മടങ്ങി വന്നിട്ടാണ് പിന്നെ പ്രശ്നം ഉണ്ടാവുന്നത്. എന്താ പ്രശ്നം? ഒരു ഘട്ടം എത്തിയപ്പോൾ ജനങ്ങളുടെ അപവാദം ഭയന്നിട്ട്
അതിന് മറുപടി പറയാൻ നിൽക്കാതെ ജനങ്ങളുടെ അടുത്ത് തൻ്റെ സൽപ്പേരിന് കളങ്കം പറ്റി, അതായത് 1 കൊല്ലത്തോളം ലങ്കയിൽ രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച ഭാര്യയെ രാമൻ വീണ്ടും സ്വീകരിച്ചത് ശരിയായില്ല എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ സാറിന് പറയുന്ന ഒരു അലക്കുകാരൻ അങ്ങനെ ഭാര്യയോട് പറഞ്ഞു എന്നുള്ള കഥയൊന്നും വാൽമീകി രാമായണത്തിലില്ല. നമ്മളിപ്പോൾ സാധാരണ പറയുന്ന കഥ എന്താണ്? ഒരു ചാരൻ ഒരു വിവരം കൊടുത്തു എന്നാണ്. എന്താ അത്? ഒരു അലക്കുകാരൻ്റെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് അവള് തിരിച്ചു വന്നപ്പോൾ രാജാവ് അങ്ങനെയൊക്കെ സ്വീകരിച്ചു എന്ന് വരും, ഞാൻ അങ്ങനെയൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെയല്ല, രാജാവിന് വിവരങ്ങൾ കൊടുക്കുന്ന ആളുകളോട് തന്നെ രാജാവ് എന്തൊക്കെയാണ് എനിക്ക് അനുകൂലം, എന്തൊക്കെയാണ് പ്രതികൂലം, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പ്രാതികൂല്യം നിങ്ങൾ പറയാതിരിക്കരുത് എന്ന് പറഞ്ഞ് കുത്തി ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് രാജാവ് അറിയുന്നു. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് 7 മാസം ഗർഭിണിയായ സീതയെ ഗംഗ കടത്തി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വാൽമീകി ആശ്രമത്തിന്റെ സമീപത്ത് ഉപേക്ഷിക്കാൻ. അതാരോടാ പറയുന്നത്? ഈ ലക്ഷ്മണനോട്. ആലോചിച്ചു, ഈ ലക്ഷ്മണനോടാണ് ആ കാര്യവും പറയുന്നത്. വിധിവൈപരീത്യം എന്ന് പറയുന്നതാണ്. അപ്പോ ലക്ഷ്മണൻ സീതയും കൊണ്ട് പോവാ. പാവം സീതയ്ക്ക് അറിയില്ല അവളെ ഉപേക്ഷിക്കാൻ പോവാണ്. അപ്പോൾ ഈ സീതാപരിത്യാഗമൊക്കെ ഉൾപ്പെടുന്ന ഉത്തരകാണ്ഡം എന്നുള്ളത് പ്രക്ഷിപ്തമാണ് എന്ന് ചിലർ ഇപ്പോൾ പറയുന്നുണ്ട്. അത് പ്രക്ഷിപ്തമാണെന്ന് ഞാൻ തീരെ വിചാരിക്കുന്നില്ല. കാരണം ഉത്തരകാണ്ഡം അടക്കമുള്ള രാമായണം രചിച്ചത് താനാണ് എന്ന് വാൽമീകി അതിലൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. പിന്നെ അത് പോട്ടെ. രഘുവംശം 14-ാം സർഗത്തിൽ ഈ കഥകൾ കാളിദാസൻ വിസ്തരിക്കുന്നുണ്ട്. അപ്പോ ലക്ഷ്മണൻ എങ്ങനെയാണ് അവിടെ പെരുമാറിയെന്നുള്ള, അതാണ് അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ദാർഢ്യം, അതിൻ്റെ മഹിമ വെളിപ്പെടുന്നത്. ഒന്നും മിണ്ടാതെ പോവാണ്. അപ്പോൾ വാൽമീകി പറയാണ്, ഗംഗാനദി കണ്ടപ്പോൾ അത് കടന്ന് അപ്പുറം എത്തിയാൽ ഈ സീതയെ ഉപേക്ഷിക്കണമല്ലോ എന്നുള്ള സങ്കടം സഹിക്കാൻ വയ്യാതെ ലക്ഷ്മണൻ പൊട്ടിക്കരഞ്ഞു. പിന്നെ അവിടെ എത്തി, ഉപേക്ഷിക്കേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ലക്ഷ്മണൻ ചെയ്യുന്നത് കരയാണ്. പിന്നെ ചെയ്യുന്നത് സീതയെ പ്രദക്ഷിണം വയ്ക്കുക. പിന്നെ ചെയ്യുന്നത് ആ കാൽക്കൽ നമസ്കരിക്കുക. ആ കാൽക്കൽ നമസ്കരിച്ചിട്ട്, എന്താ ലക്ഷ്മണ നീ പറയുന്നത്, എന്താണ് നീ കാട്ടുന്നത്, എന്താണ് നിന്റെ പ്രശ്നം എന്ന് വളരെ ആകാംക്ഷാഭരിതയായി തീരാണ് സീത. ആ സമയത്തും കൂടി ലക്ഷ്മണൻ അല്ലയോ സീതാദേവി ഇങ്ങനൊരു അപവാദമുണ്ട് എന്ന് പറയുന്നില്ല. അതായത് അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് അത് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഏതോ അപവാദ ഭീതിയാൽ രാജാവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ആണ് ആ സംസ്കാരത്തിൻ്റെ ഒരു വലിപ്പം, വാക്കുകളുടെ ഒരു 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 പെരുമ, അതിൻ്റെ അതായത് എങ്ങനെ വന്നാലും എന്തു വന്നാലും അത് തൻ്റെ ഒരു നിർഭാഗ്യമായിട്ടാണ് ലക്ഷ്മണൻ അത് എടുത്തത്. അപ്പോൾ സംസ്കൃതത്തിൽ ഗുരു എന്നൊരു വാക്കുണ്ട്. വാക്കിന് പല അർത്ഥമുണ്ട്. പ്രധാനപ്പെട്ട ഒരു അർത്ഥം ഏറ്റവും വലുത് എന്നാണ്, വേറൊരർത്ഥം അച്ഛൻ എന്നാണ്, വേറെ ഒരർത്ഥം രാജാവ് എന്നാണ്, വേറെ ഒരർത്ഥം ജ്യേഷ്ഠൻ എന്നാണ്. അപ്പോൾ ഗുരുജൻ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആവും. അപ്പോൾ അവരോട് എതിര് പറയാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അന്യായമാണ്, ഞാനിത് ഈ അന്യായം ചെയ്യില്ല എന്ന് മറുത്തു പറഞ്ഞില്ല ആര്? ലക്ഷ്മണൻ. അപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. സീത പറഞ്ഞു, ലക്ഷ്മണ നീ എന്താണ് ഈ പറയുന്നത്? എന്നെ നോക്കൂ, ഞാൻ ഇങ്ങനെ ഗർഭിണിയാണ്
എന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ലക്ഷ്മണൻ ആകെ ഒരു മറുവാക്ക് പറയുന്നത്. എന്താണ് സീതേ, രാമൻ അടുത്തില്ലാത്തപ്പോ ഈ വനമധ്യത്തിൽ വെച്ച്, ഈ വിജനമായ ദേശത്തിൽ വെച്ച്, മറ്റൊരാളില്ലാത്ത സന്ദർഭത്തിൽ നീ എന്നോട് നിന്റെ ശരീരത്തിലേക്ക് നോക്കാൻ പറയുന്നത് എന്ന് ചോദിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വാൽമീകി രാമായണത്തിലുടനീളം എപ്പോഴെങ്കിലും തൻ്റെ നേരെ വന്ന ഒരു അപ്രിയ വചസ്സിന്, ഒരു അഹിത പ്രവൃത്തിക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു മുള്ള് ലക്ഷ്മണൻ പറയുന്ന ഈ ഘട്ടത്തിൽ മാത്രം. അത് എന്തൊരു മര്യാദയായിട്ടാന്ന് ആലോചിച്ചു. എന്തൊരു മര്യാദയായിട്ട്, എന്തൊക്കെ പറയാം, സാധാരണ ഒരാളാണ് എന്തൊക്കെ പറയും. അങ്ങനെ ആ സംഗതി കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് മഹാരാജാവിനോട്, ജ്യേഷ്ഠനോട് ഇത് തെര്യപ്പെടുത്തണമല്ലോ, അറിയിക്കണമല്ലോ, റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവിടെയാണ് രാമനോടൊരു കുത്തുവാക്ക് പറഞ്ഞത്. ശുഭചര്യയായ സീതയെ വാൽമീകി ആശ്രമത്തിന്റെ സമീപത്ത് ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് ഞാൻ. ഒരു തെറ്റും ഒരന്യായവും ചെയ്തിട്ടില്ല സീത എന്ന് തനിക്ക് അഭിപ്രായമുണ്ട് എന്നാണ് പറഞ്ഞത്. ലങ്കയിൽ അങ്ങനെ ഒരു രംഗം ലക്ഷ്മണൻ കണ്ടതാ. കാരണം ലങ്കയെ തോൽപ്പിച്ച് രാവണനെ കൊന്ന് എല്ലാ കാര്യങ്ങളും ശുഭമായി തീർന്നപ്പോ രാമൻ സീതയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, വീണ്ടും നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടാൻ വേണ്ടി അല്ല ലങ്കയെ കീഴ്പ്പെടുത്തിയതും രാവണനെ കൊന്നതും. അത് എൻ്റെ അവമാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എൻ്റെ പത്നിയെ രാവണൻ കട്ടുകൊണ്ടുപോയി എന്നുള്ള അപഖ്യാതി, മാനക്കേട് തീർക്കാൻ വേണ്ടിയാണ്. നേത്രരോഹിക്ക് ദീപം പോലെയാണ് ഈ സമയത്ത് എനിക്ക് നിന്നെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ ആവശ്യമില്ല. നീ ആരുടെയെങ്കിലും കൂടെ പൊയ്ക്കും. ആ വിഭീഷണന്റെ കൂടെയോ ഈ സുഗ്രീവന്റെ കൂടെയോ ആരുടെ കൂടെ വേണം പൊയ്ക്കും എന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട്, ലക്ഷ്മണകുമാര, അഗ്നി ഒരുക്കും, എനിക്കിനി ഈ ജീവിതം കൊണ്ട് ആവശ്യമില്ല. അങ്ങനെ അവൾ ജീവിച്ചിരിക്കെ അവൾക്ക് ചെതയൊരുക്കിയ ആളാ ലക്ഷ്മണൻ. ആ അഗ്നിയിലേക്ക് പ്രവേശിച്ചിട്ട് അഗ്നിദേവൻ അവൾ പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു കൊടുത്തു. ചെറിയ കാര്യമില്ല. അപ്പോ അങ്ങനെ അഗ്നിയിൽ സ്ഫുടം ചെയ്ത ഒന്നാണ് സീതയുടെ പാതിവൃത്യം എന്ന് പറയുന്നത്, അവളുടെ ചാരിത്രശുദ്ധി എന്ന് പറയുന്നത്. അതിൻ്റെ സാക്ഷിയാണ്, അതിന് ചെതയൊരുക്കിയവനാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനാണ് വന്നിട്ട് രാമനോട് പറയുന്നത്, ഇങ്ങനെ പതിവ്രതയായ അവളെ, ശുഭചര്യയായ അവളെ ഞാൻ വാൽമീകി ആശ്രമത്തിന്റെ സമീപത്തിൽ ഉപേക്ഷിച്ചു വന്നിരിക്കുന്നു. ലക്ഷ്മണൻ വേറൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെയും എത്രയോ 1000 ആണ്ടുകൾ എന്ന് രാമായണത്തിൽ പറയും, ദീർഘകാലം എന്നർത്ഥം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഘട്ടമെത്തിയപ്പോൾ തൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി ലക്ഷ്മണനെ ഉപേക്ഷിക്കണം എന്ന് വന്നപ്പോൾ രാമൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. അവിടെയാണ് അതിൻ്റെ പ്രാണസങ്കടം. സത്യപാലനമാണ് രാമന് പ്രധാനം. അദ്ദേഹം പ്രിയപ്പെട്ട പത്നിയെ ഉപേക്ഷിച്ചു, പ്രിയപ്പെട്ട അനുജനെ ഉപേക്ഷിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്മണൻ എന്നുള്ള കഥാപാത്രം വളരെ ഉയർന്നു നിൽക്കുന്നു, വളരെ തിളങ്ങി നിൽക്കുന്നു. ഭ്രാതാവ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ വാക്കാണ് ഇംഗ്ലീഷിലെ ബ്രദർ എന്ന് പറയുന്നത്. ഭ്രാതാവ് എന്ന് പറയുന്നത് ആരാണ്, എങ്ങനെയാണ്? ഭ്രാതൃഭക്തി എന്ന് പറയുന്നത് എന്താണ്? അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടങ്ങിയുള്ള അനവധി കാര്യങ്ങൾക്ക് ഉള്ള ഉദാഹരണമാണ്.
നിർഭാഗ്യവശാൽ ലക്ഷ്മണനോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി സീത ഖേദിക്കുന്നതായിട്ട് വാൽമീകി പറയുന്നില്ല. പക്ഷേ രാമനെ വിമർശിക്കാൻ വേണ്ടി 1919 കുമാരനാശാൻ എഴുതിയ ചിന്താവിഷ്ടയായ സീതയിൽ ആ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ അറിയാലോ, അവള് സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൾ ഉടജാന്തവാടിയിൽ. ആ ഉടജാന്തവാടിയിൽ ഇരിക്കുമ്പോൾ അവളുടെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ, ഈ ലക്ഷ്മണകുമാരനെ പറ്റി ചിന്ത വരുമ്പോൾ അങ്ങേയറ്റം ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടി സീത പറയുന്നുണ്ട്. പറയല്ല, അവൾ ആലോചിക്കുകയാണ്. എന്താണ്? കനിവാർന്ന അനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. സീത മാപ്പ് പറഞ്ഞായിട്ട് വാൽമീകി രാമായണത്തിലില്ല, പക്ഷേ ആശാന്റെ സീത മാപ്പ് പറയുന്നുണ്ട്. കനിവാർന്ന അനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. ആശാന്റെ രചന എത്ര സ്നിഗ്ധമായിരിക്കുന്നു, എത്ര സംഗീതസാന്ദ്രമായിരിക്കും നോക്ക്. സുഗ്രീവനോട് അയാളുടെ നന്ദികേടിനെ പറ്റി ദേഷ്യപ്പെട്ട് ക്ഷോഭിച്ച് സംസാരിച്ച ഒരു രംഗം ലക്ഷ്മണന്റെ ജീവിതത്തിലുണ്ട്. അത് വാൽമീകി എടുത്തു പറയുന്നുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ സുഗ്രീവനോട് മാപ്പ് പറയുന്ന ക്ഷമസ്വ സഖേ എന്ന് ലക്ഷ്മണൻ പറയുന്നതായിട്ട് വാൽമീകി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല കഥാപാത്രങ്ങളിൽ പലതരത്തിലുള്ള മഹിമകളും പെരുമകളുമാണ് വാൽമീകി ആവിഷ്കരിച്ചത്. അതിൽ ലക്ഷ്മണന്റെ ഏറ്റവും വലിയ യോഗ്യത എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അദ്ദേഹത്തിന് സ്വന്തം വ്യക്തിത്വത്തിൽ, സ്വന്തം വാക്കുകളിൽ, പ്രവൃത്തികളിൽ വളരെ നിയന്ത്രണമുള്ള ഒരാളാണ്, തൻ്റെ ഇടമുള്ള ഒരാളാണ്, പ്രജ്ഞയുള്ള ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം ജ്യേഷ്ഠനോടോ ജ്യേഷ്ഠപത്നിയോടോ മറ്റുള്ളവരോടോ വർത്തമാനം പറയുമ്പോൾ കടന്നു പോകുന്നില്ല. അധർമ്മമാണ് എന്ന് തനിക്ക് തോന്നുന്ന എന്തിനേയും അദ്ദേഹം വലിയ അളവിലോ ചെറിയ അളവിലോ എപ്പോഴും ചെറുക്കുന്നുണ്ട്. ഒരു ത്യാഗിയുടെ, ഒരു സേവകന്റെ രൂപമാണ് ലക്ഷ്മണൻ്റേത്. അപ്പം ഇന്ന് ഗുരുശിഷ്യ ബന്ധങ്ങളും ഭ്രാതൃബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ വളരെ അയഞ്ഞ് തുടങ്ങിയ ഒരു കാലത്ത് ലക്ഷ്മണനിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. എത്ര അളവിൽ തൻ്റെ നേരെ കുത്തുവാക്കുകൾ വരുമ്പോഴും, ആളുകൾ അപ്രിയം പറയുമ്പോഴും, അഹിതം പ്രവർത്തിക്കുമ്പോഴും അവനവൻ്റെ തൻ്റെ ഇടം, അവനവൻ്റെ പ്രജ്ഞ കൈവിടാതിരിക്കുക എന്നുള്ള ഒരു ആദർശത്തിൻ്റെ, ആശയത്തിൻ്റെ ആൾരൂപമാണ് ലക്ഷ്മണൻ. ഏറ്റവും വലിയ ബലം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, എല്ലാ ബലങ്ങളിലേക്കും വെച്ച് വലിയ ബലം തൻ്റെ ഇടമാണ് എന്ന്. ബലാനാം ബലം പ്രജ്ഞാബലം ഉച്യതേ. എല്ലാ ബലങ്ങളിലേക്കും വെച്ച് വലുത് തൻ്റെ ഇടമാണ് എന്ന് പണ്ഡിതന്മാർ, അറിവുള്ളവർ, ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ബലാനാം ബലം പ്രജ്ഞാബലം ഉച്യതേ. അങ്ങനെ പ്രജ്ഞാബലമുള്ള, സ്നേഹമുള്ള, സ്നേഹത്തിൻ്റെ കരുത്തുള്ള ഒരാളാണ് ലക്ഷ്മണൻ. ഞാൻ ആ ലക്ഷ്മണകുമാരൻ്റെ വ്യക്തിത്വത്തെ ഈ സമയത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ക്ഷമാപൂർവം ഈ സംഭാഷണം കേട്ടിരുന്നതിനും നിങ്ങൾക്കൊക്കെ നന്ദി, നമസ്കാരം.